കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം. വാട്സാപ്പ് നമ്പർ +91 79 94 97 14 19. ഒരു വട്ടം വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് 500 രൂപ. മെമ്പേഴ്സ് ഓൺലി വീഡിയോസ് നമ്മുടെ ചാനലിൽ ഒരുപാടുണ്ട്. അത് കാണണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന ജോയിൻ ബട്ടൺ പ്രസ് ചെയ്യാം. മെമ്പർഷിപ്പ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വീഡിയോസ് കാണാവുന്നതാണ്. ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് DV ആക്ട് 2005 സെക്ഷൻ 22 കോമ്പൻസേഷൻ ഓർഡേഴ്സ് എന്ന് പറയുന്ന ഒരു സെക്ഷനെ കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിക്കുവാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിൽ പറയുന്ന പ്രധാനപ്പെട്ട ഒരു സെൻറ്റൻസ് ഇതാണ്: സാമ്പത്തിക പരിഹാരങ്ങൾക്ക് പുറമെ പരാതിക്കാരി നേരിട്ടിട്ടുള്ള മാനസിക വൈകാരിക അതിക്രമങ്ങൾക്കുള്ള നഷ്ടപരിഹാരം നൽകാൻ എതിർകക്ഷിയോട് കോടതിക്ക് നിർദ്ദേശിക്കാം. അങ്ങനെ നിർദ്ദേശിക്കാം എന്ന് പറയുന്ന ഒരു സെക്ഷനാണ് ഏതെന്ന് പറയുന്നത് സെക്ഷൻ 22 എന്ന് പറയുന്നത്. അതായത് നമുക്കറിയാം, പലപ്പോഴും നമ്മൾ DV ആക്ട് പ്രകാരം കോടതിയിലേക്ക് പോകുന്നത് പലതരത്തിലുള്ള പരിഹാരങ്ങൾ കണ്ടെത്തുവാൻ വേണ്ടിയിട്ടാണ്. പലതരത്തിലുള്ള പരിഹാരങ്ങൾ എന്ന് പറയുമ്പോൾ റെസിഡൻഷ്യൽ ഓർഡർ മേടിക്കുവാനായിട്ട്, പ്രൊട്ടക്ഷൻ ഓർഡർ മേടിക്കാനായിട്ട്, ഇൻ്ററിംഗ് ഓർഡർ മേടിക്കുവാനായിട്ട്, കുട്ടികളുടെ കസ്റ്റഡിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മേടിക്കുവാനായിട്ട്, ഇതിനൊക്കെയാണ് നമ്മൾ പോകാറുള്ളത്. ഇതിൻ്റെ എല്ലാത്തിനും വീഡിയോസ് നമ്മൾ പ്ലേലിസ്റ്റിൽ DV ആക്ട് 2005 എന്ന് പറയുന്ന സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ കാണാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇതൊന്നും കൂടാതെ വേറെ ഏതെങ്കിലും തരത്തിലുള്ള മാനസിക ശാരീരിക പീഡനങ്ങൾ ഈ കുട്ടിക്ക് ഭാര്യയ്ക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനുള്ള ഒരു ആനുകൂല്യം മജിസ്ട്രേറ്റ് കോടതിയിൽ നമുക്ക് മേടിക്കുവാനായിട്ട് സാധിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഏതുള്ളത് ഈ വകുപ്പ് 22 എന്ന് പറയുന്നത് ഉള്ളത്. അപ്പോൾ അതിൽ പറയുന്ന ആ ഒരു വകുപ്പിൽ പറയുന്ന പ്രധാനപ്പെട്ട ഒരു സെൻറ്റൻസ് ഇങ്ങനെയാണ്: In addition to other reliefs as may be granted under this act, the magistrate may, or an application being made by the aggrieved person, pass an order directing the respondent to pay compensation and damages for the injuries, including mental torture and emotional distress caused by the acts of domestic violence committed by that respondent എന്നാണ് പറയുന്നത്. അതായത് എന്താ പറയുക, ഇഞ്ചുറീസ് മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങളോ, മെൻ്റൽ ടോർച്ചർ മാനസിക പീഡനങ്ങളോ, അല്ലെങ്കിൽ ഇമോഷണലായിട്ടുള്ള ഡിസ്ട്രെസ്സുകളോ സംഭവിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഈ പെൺകുട്ടിക്ക് എന്ത് ചെയ്യുവാനായിട്ട് പറ്റും? ഈ ഒരു സെക്ഷൻ പ്രകാരം കേസ് കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഒരു റിലീഫ് കോടതിയുടെ ഭാഗത്തു നിന്നും കിട്ടും എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനെ കോമ്പൻസേഷൻ ഓർഡർ എന്നാണ് പറയുക, അല്ലെങ്കിൽ നഷ്ടപരിഹാര ഉത്തരവ് അല്ലെങ്കിൽ ഉത്തരവുകൾ എന്നാണ് ഇത് പറയുന്നത്. വളരെ നല്ല ഒരു സംഭവമാണ്. പാവപ്പെട്ട ഇതുപോലെയുള്ള പീഡനങ്ങൾ അനുഭവിക്കുന്ന സ്ത്രീകളുണ്ടെങ്കിൽ ഈ ഒരു സെക്ഷൻ നിങ്ങൾക്ക് നല്ല രീതിയിൽ യൂസ് ചെയ്യാവുന്നതാണ്. ഈ ഒരു ഇൻഫോർമേഷൻ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ആ ബെൽ ബട്ടണും എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.